ഇടുക്കി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ വേറിട്ട പ്രതിഷേധം. റോഡിലെ ഗട്ടറുകൾക്കും വെള്ളക്കെട്ടിനും പരിഹാരം കാണാത്ത നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികളുടെ ഈ വ്യത്യസ്തമായ സമരം. മഴ പെയ്താലുടൻ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ്. ഇടശ്ശേരി റൂട്ടിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ഭാഗത്ത് ഗട്ടറുകളും നിരവധിയാണ്. കഴിഞ്ഞ ദിവസവും ഇന്നലെയുമായി പെയ്ത കനത്ത മഴയിൽ ഗട്ടറുകളിൽ വെള്ളം നിറഞ്ഞ് വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചതെന്ന് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു. ഈ റോഡിൻ്റെ അവസ്ഥകൾ അടിയന്തരമായിട്ട് അത് പരിഹരിക്കണമെന്ന പരാതികൾ കൊടുക്കുകയും ഞങ്ങൾ വിവിധ സമരങ്ങൾ നടത്തുകയുണ്ടായി. എന്നാൽ ഇവർ മൗനം പാലിക്കുകയും നാളിതുവരെ ഇതിന് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ തെറ്റിദ്ധാരണ പരത്തുന്ന കുറച്ച് മെസ്സേജുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് കട്ടപ്പന നഗരസഭയുടെ നിലപാട്. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഫണ്ടില്ല, ഇവിടെ വരുന്ന വരുമാനങ്ങൾ പകുതിയിലധികം ഞങ്ങൾ കോടതി വ്യവഹാരങ്ങൾ നടത്തുവാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വ്യവഹാരങ്ങൾ നടത്തേണ്ടി വരുന്നത് ഇതുപോലുള്ള നടപടിക്രമങ്ങളാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കോടതി വ്യവഹാരങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ ഒരു സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ പറഞ്ഞത്, ശ്രീ പാറപ്പായി പറഞ്ഞത്, ഇത്രയും മനോഹരമായ ഒരു പട്ടണം വേറെ കേരളത്തിലില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായിരുന്നു. ഇതാണ് കട്ടപ്പന നഗരസഭയുടെ മനോഹാരിത. ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ആ പറഞ്ഞ സുഹൃത്ത് ഏത് നാട്ടിലാണ് ജീവിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായ സമിതിക്ക് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാൽനടയാത്രികർക്കും വാഹനങ്ങൾക്കും സമീപത്തെ വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം ആരംഭിക്കുമെന്നും വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നേതാക്കളായ MR അയ്യപ്പൻകുട്ടി, PJ കുഞ്ഞുമോൻ, PB സുരേഷ്, ആൽവിൻ തോമസ്, PK സജീവൻ, M ജഹാംഗീർ, ശോഭനാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.